പ്രകൃതി ഭംഗിയാലും രാഷ്ട്രീയ പ്രാധാന്യത്താലും ശ്രദ്ധേയമായ മണ്ഡലമാണ് മലമ്പുഴ. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മണ്ഡലമാണ് മലമ്പുഴ. വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി അത്യാധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഒരു നവകേരള മാതൃകയായി മലമ്പുഴ മാറിക്കഴിഞ്ഞു. പ്രഭാകരൻ MLA നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമാണ് മണ്ഡലത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വൻകിട പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായുള്ള മലമ്പുഴ കുടിവെള്ള പദ്ധതിക്കായി ഏകദേശം 64.14 കോടി രൂപ അനുവദിച്ചു. പാലക്കാട് നഗരസഭയ്ക്കും സമീപ പ്രദേശങ്ങൾക്കുമായി മലമ്പുഴയിൽ 45 MLD ശേഷിയുള്ള ജലശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 22.25 കോടി രൂപ അനുവദിച്ചിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല വികസന പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലം മലമ്പുഴ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു വലിയ മാറ്റം, കണക്ക് പറഞ്ഞാൽ ജനങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഡാമിന് റിം റോഡിന്റെ പ്രവർത്തനത്തിനായി 55 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. മണ്ണൂക്കാട് പാലത്തിനായി 7 കോടി രൂപയാണ് അനുവദിച്ചത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇലപ്പുള്ളി GAPHSS ഹൈടെക് സ്കൂൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ നവീകരണത്തിനായി 5 കോടി രൂപ അനുവദിച്ചു. മലമ്പുഴ GVHSS സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി തുക അനുവദിച്ചിട്ടുണ്ട്. മലമ്പുഴ ഗവൺമെന്റ് ITIയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി ഏകദേശം 14.27 കോടി രൂപയാണ് അനുവദിച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ മലമ്പുഴ 3 കോടി രൂപ ചെലവ് ചെയ്ത് പ്രവർത്തനം പൂർത്തിയായി അതിൽ കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 5 കോടി രൂപ ചെലവിലാണ് എലപ്പുള്ളി ഹൈസ്കൂൾ, അതിൻ്റെ കെട്ടിടം പുതിയത് ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ 3 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് കഞ്ചിക്കോട് ഹൈസ്കൂളിലും പുതിയ കെട്ടിടം ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി സ്കൂളുകൾ, LP, UP സ്കൂളുകൾ, ഹൈസ്കൂളുകളിലൊക്കെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാറ്റം. റെയിൽവേ കോളനി, ധോണി മുട്ടിക്കുളങ്ങര റോഡ്. ഈ റോഡിന്റെ നവീകരണത്തിനായി ഏകദേശം 12.66 കോടി രൂപ അനുവദിച്ചു. ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യങ്ങളിലൊന്നായ അതത്തേത്തറ നടക്കാവിന്റെ റെയിൽവേ ഓവർബ്രിഡ്ജിനായി 60 കോടി രൂപയാണ് വിനിയോഗിച്ചത്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, മൂപ്പന റോഡ് വികസനത്തിനായി ഏകദേശം 20.37 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
പുതുശ്ശേരി പഞ്ചായത്തിലെ ചുള്ളിമടയിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിനായി ഏകദേശം 9.78 കോടി രൂപ അനുവദിച്ചതും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. സത്യത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നടക്കില്ലെന്ന് കാത്തിരുന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന പല പ്രവൃത്തികളും അത്ഭുതാവഹമായ രീതിയിൽ വികസന രംഗത്ത് വിസ്മയകരമായ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഈ കേരളത്തിലും പ്രത്യേകിച്ച് മലമ്പുഴ മണ്ഡലത്തിലും ഈ കിഫ്ബിയുടെ സഹായം വളരെയേറെ സഹായകരമായിട്ടുണ്ട്. അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കിഫ്ബി പദ്ധതി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് മലമ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറാൻ കഴിഞ്ഞത്. അതിലുള്ള സംതൃപ്തിയും അതോടൊപ്പം അതിലുള്ള സന്തോഷവും, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഈ കിഫ്ബി പദ്ധതി ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായോ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാനുണ്ടായ ഒരു സാഹചര്യത്തിൽ കിഫ്ബി വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സമസ്ത മേഖലയിലും ഒരേപോലെയാണ് മലമ്പുഴയിൽ വികസനമെത്തുന്നത്. പൊതുജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് മലമ്പുഴയിൽ നടപ്പിലാക്കുന്നത്. വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർക്കുന്ന ഒരു മാതൃകാ മണ്ഡലമായി മലമ്പുഴ ഇന്ന് വളരുകയാണ്. വയനാട് ജില്ലയിലെ ചരിത്രപരവും വാണിജ്യപരവുമായ സുൽത്താൻ ബത്തേരിയുടെ വികസന തുടിപ്പുകളാണ് ഇനി ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. തമിഴ്നാട് കർണാടക അതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരമുള്ള ഈ പ്രദേശം സുഖകരമായ കാലാവസ്ഥയ്ക്കും കാർഷിക സംസ്കാരത്തിനും പേരുകേട്ടതാണ്. ഈ സവിശേഷത നിലനിർത്തിക്കൊണ്ടാണ് വികസന രംഗത്ത് സുൽത്താൻ ബത്തേരി മുന്നേറുന്നത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ സുപ്രധാനമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. പ്രധാനമായും ആരോഗ്യം, റോഡ് ഗതാഗതം, വന്യജീവി പ്രതിരോധം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലായി വലിയ നിക്ഷേപമാണ് ഇവിടെ IC ബാലകൃഷ്ണൻ MLA നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്തെ വയനാടിൻ്റെ വികസന ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 4.5 പതിറ്റാണ്ട് കാലത്തെ ജില്ലയുടെ വികസന ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടമാണ് 2016 മുതൽ 2026 വരെയുള്ള 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് വയനാട്ടിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആർജിക്കാൻ കഴിയും. വന്യമൃഗശല്യം തടയുന്നതിനു വേണ്ടിയും കർഷകരെ സഹായിക്കുന്നതിനുമായി 110.01 കോടി രൂപ ചെലവിൽ സംരക്ഷണ വേലികൾ നിർമ്മിച്ചു.
കാടിനെയും കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഫെൻസിങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 44 കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത്. അതിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു മാതൃകാ റെയിൽ ഫെൻസിങ് എന്ന് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ KSRTC ഗ്യാരേജ് മുതൽ മൂടക്കുലി വരെയുള്ള 10 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽ ഫെൻസിങ് സ്ഥാപിച്ചിട്ടുള്ളത്. കണിയാമ്പാറ്റ മീനങ്ങാടി റോഡ് 38.99 കോടി രൂപയാണ് ചെലവായത്. കാപ്പി സെറ്റ് പയ്യാമ്പള്ളി റോഡിനായി 55.25 കോടി രൂപയാണ് ചെലവായത്. കാരാപ്പുഴ ടൂറിസം പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ പുരോഗതിയിലായതും എടുത്തു പറയേണ്ട നേട്ടമാണ്. സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 271 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. 199 കോടി രൂപയാണ് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മാത്രം റോഡുകൾക്ക് വേണ്ടി ആധുനികവൽക്കരിക്കപ്പെട്ട റോഡുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചേരമ്പാടിയിലേക്കുള്ള വയനാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ്. വയനാടിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് സുൽത്താൻ ബത്തേരി താളൂർ ചേരമ്പാടി റോഡ്. 31 കോടി രൂപ മുടക്കിയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആ റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. അതേപോലെ തന്നെ ബീനാച്ചി മാനന്തവാടി റോഡ്, കണിയാമ്പറ്റ മീനങ്ങാടി റോഡ്, പയ്യമ്പള്ളി പെരിക്കല്ലൂർ റോഡ് ഉൾപ്പെടെയുള്ള സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ഇന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചിരിക്കുകയാണ്. വിദ്യാകിരണം മിഷന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രധാന സർക്കാർ സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലാബുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 3 കോടി രൂപയുടെയും 5 കോടി രൂപയുടെയും പദ്ധതികൾ ഉൾപ്പെടുന്നു. ഏതാണ്ട് എല്ലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, വാഗേരി ഗവൺമെൻറ് ഹൈസ്കൂൾ, ആനപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചീരാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അമ്പലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വടുവഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെയും ജില്ലയിലെയും നിരവധി പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പുതിയ കെട്ടിടങ്ങൾ അനുവദിക്കേണ്ടത്. ഏതാണ്ട് 3 കോടി രൂപ മുടക്കി ആണ് ഈ കെട്ടിടങ്ങളെല്ലാം നവീകരിച്ചത്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ മാത്രം 33 കോടി രൂപയാണ് ഈ സ്കൂൾ കെട്ടിടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വളരെ മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കാൻ കിഫ്ബി ഫണ്ട് സഹായകരമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആരോഗ്യ മേഖലയിലെ സുപ്രധാനമായ ഇടപെടലാണ് ബത്തേരി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. 50.97 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ബത്തേരി ടൗൺ നവീകരണ പദ്ധതിക്കായി 10 കോടിയിലധികം രൂപയുടെ നിർമ്മാണങ്ങൾ നടന്നുവരുന്നു. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കാരാപ്പുഴ ഡാം പരിസരത്തെ വികസന പ്രവർത്തനങ്ങൾക്കും പാതകൾ, ടവറുകൾ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയ്ക്ക് ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ വികസനങ്ങളുടെ സുൽത്താനാവുകയാണ് സുൽത്താൻ ബത്തേരിയും. മാറുന്ന കേരളത്തിനൊപ്പം സുൽത്താൻ ബത്തേരിയും സഞ്ചരിക്കുമ്പോൾ കേരളക്കരയ്ക്ക് അഭിമാനമാവുകയാണ് ഈ മണ്ഡലം.